നമസ്കാരം. വാർത്താരംഭം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കരമനയിൽ നടുറോഡിൽ യുവാവിനെ തലക്കടിച്ചു കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് കരമന സ്വദേശി അഖിൽ. ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്ത്. കൊലപാതകത്തിനു പിന്നിൽ ലഹരി സംഘമെന്ന് സംശയം. ഡ്രൈവർ മേയർ തർക്കത്തിൽ യദുവിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. മൊഴികളിൽ വൈരുദ്ധ്യമെന്ന അന്വേഷണ സംഘം. മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം പരക്ക മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. 8 ജില്ലകളിൽ ഉയർന്ന താപനില തുടരും. കൊല്ലം ചിതറയിൽ തടിമില്ലിൽ വൻ തീപിടുത്തം. പുലർച്ചെ 4 മണിയോടെ തുടങ്ങിയ തീപിടുത്തം ഫയർഫോഴ്സ് എത്തി അടച്ചു. 50 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് പ്രാഥമിക വിവരം. കൊല്ലം അഞ്ചലിൽ അഭിഭാഷകന്റെ നഗ്നതാ പ്രദർശനത്തിൽ പൊറുതിമുട്ടി നാട്ടുകാർ. ലിജി പാപ്പച്ചന്റെ വിക്രികൾ സ്ത്രീകൾക്ക് നേരെയും. എനിക്ക് എന്നെ മുണ്ട് മാത്രമേ കൊടുക്കൂ. വന്നിട്ട് മുണ്ട് കൊടുക്കുന്നില്ലല്ലോ ഇവിടെ. സാറിന് കാണണോ? ഇതാണോ എപ്പോഴും സാറിന് കാണണോ? ഒന്ന് കാണിക്കാൻ കൊള്ളായിരുന്നു. കൊള്ളാം, നല്ല ഗ്ലാമറായിരിക്കുന്നത്. തുടർച്ചയായ പരാതികൾക്കൊടുവിൽ അഭിഭാഷകൻ പോലീസ് കസ്റ്റഡിയിൽ. IPL ഗുജറാത്തിന് 5-ാം ജയം. ചെന്നൈയെ 35 റൺസിന് തകർത്തു. സായി സുദർശനും ശുഭ്മാൻ ഗില്ലിനും സെഞ്ചുറി. ഇന്ന് മുംബൈ കൊൽക്കത്ത പോരാട്ടം. വാർത്തകൾ വിശദമായി. ഒരു കൊലപാതകത്തിന്റെ വാർത്തയിലേക്ക് തന്നെ ആദ്യം കടക്കുന്നു. തിരുവനന്തപുരം കരമനയിലാണ് സംഭവം. യുവാവിനെ നടുറോഡിൽ തലക്കടിച്ചു കൊലപ്പെടുത്തി. കരമന സ്വദേശി അഖിലാണ് കൊല്ലപ്പെട്ടത്. കൊലപാതക ദൃശ്യങ്ങൾ പുറത്തുവന്നു. അക്രമത്തിന് പിന്നിൽ ലഹരി സംഘമെന്നാണ്